പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-18 വാക്യമാണ് നാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. എങ്ങനെ പറയും? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. സ്തോത്രം. യേശു തൻ്റെ മനുഷ്യ ജീവിതത്തിന് ആ സമയത്ത് ശിഷ്യന്മാരുമായി ഒന്നിച്ചു നടന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ആ ശിഷ്യന്മാരോട് തൻ്റെ ക്രൂശമരണത്തിന് മുമ്പ് കർത്താവ് പറയുന്ന ഒരു സംഭാഷണമാണ് നാം ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ ഹൃദയം കലങ്ങിപ്പോകുന്ന ദുഃഖ സംഭവമായിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്. അത് എന്ത് ചെയ്യുക? നിങ്ങൾ കലങ്ങിപ്പോകരുത്. ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ കലങ്ങിപ്പോകരുത് എന്ന ശിഷ്യന്മാരോട് പറയും. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുക? അനാഥരായിട്ട് വിടത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ ആയിരിക്കും, നിങ്ങൾ ശിഷ്യന്മാർ മാത്രമായി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ക്രൂശീകരണ സമയത്തിന് ശേഷം അത് അങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കലക്കുവാൻ, വേദനപ്പെടുത്തുവാൻ, ദുഷിക്കുവാൻ, നിന്ദിക്കുവാൻ എന്ത് സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിലും വിശ്വസിക്കണം. രണ്ടല്ല, പകരം ഒന്നാണ്. കർത്താവിന്റെ വചനം പറയുന്നു, പിതാവ് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന. അപ്പോൾ ദൈവം യേശുക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ്. അത് യേശുക്രിസ്തു അവിടെ കാണിക്കുന്ന യേശുക്രിസ്തു എന്ന അനുഗ്രഹമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, സന്തതി മുഖം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹം എവിടെ നിന്നാണ് വെളിപ്പെടുന്നത് ചോദിച്ചാൽ യേശുക്രിസ്തുവിലാണ്. എന്നാൽ ഈ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിച്ചു. എന്നാൽ എന്ത് ചെയ്യാ? ഉയർത്തെഴുന്നേക്കുന്നത് മനുഷ്യനായിട്ടല്ല. ഇവിടെ പറയും, എന്നിൽ വിശ്വസിപ്പിൻ, ഞാൻ നിങ്ങളെ ചതിക്കത്തില്ല. അല്ലേ ഇല്ല? എന്നിട്ട് പറയാൻ 18-ാം വാക്ക് ഇങ്ങനെ പറയാം, ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് പറയുന്നു. അപ്പോൾ യേശു പറയാതെ തന്നെ ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ യേശുവിന്റെ ക്രൂശീകരണ സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യേശു തന്നെത്താൻ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ സംഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നിശ്ചയമായി ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തില് കലക്കമുണ്ട്, അവർ ഉള്ളം നോവാനൊക്കെ ഇത് സാധ്യതകളുണ്ട്. അപ്പൊ ഈ വിഷയങ്ങൾ വരുമ്പോൾ അവർ ഒറ്റയ്ക്ക് പോയി. അത്രയും നാൾ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നാൽ എന്ത് ചെയ്യാം? ആ സമയങ്ങളിൽ പ്രതിസന്ധി കടന്ന സമയങ്ങളിൽ യേശു അവരുടെ കൂടെ ഉണ്ടാകത്തില്ല. ക്രൂശീകരണം യേശുവിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മരണത്തിന്റെ അവസരങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷെ ഉയർപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങളുടെ ഹൃദയം കലക്കരുത്, ഞാൻ നിങ്ങളെ അനാഥരായി വിട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പൊ ദൈവം നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. ഹല്ലേലൂയ. അനാഥമായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ പലരും അനാഥരായി വിടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളെ വിട്ടുമാറാത്ത, നിങ്ങളെ അടുക്കൽ വരുന്ന, നിങ്ങളെ അനാഥരായി വിടാത്ത ഒരു നല്ല യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കണം. യേശു ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കണം. യേശു ശിഷ്യന്മാർ ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, യേശു അവരെ ചതിച്ചോ, അല്ലെങ്കിൽ കർത്താവ് വന്നിട്ട് പോയോ, ഇനി ഞങ്ങൾ തനിച്ചാണ് എന്നൊക്കെ എന്ത് ചെയ്യാം അവർ ചിന്തിച്ചേക്കാം. ഹല്ലേലൂയ. ആ സമയത്ത് അവരുടെ അകത്ത് ആത്മാവില്ല. യേശു പോയ ശേഷം പറയുന്നുണ്ട്, ഈ തിരുവചനം തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാര്യസ്ഥനയക്കും, അവർ എന്നേക്ക് നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആ ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന ഈ 3 ഘടകങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒന്നിച്ച് ചേരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അതുകൊണ്ട് പറയണ, നിങ്ങളുടെ കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകാം, കരച്ചിലുണ്ടാകാം, വേദനകളുണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, നിരാശകൾ ഉണ്ടാകാം, കയ്പിന്റെ അനുഭവങ്ങളോട് കടന്നു പോകാം. എന്നാൽ ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ, ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും അവനെ ജയാളിയാക്കി മാറ്റുന്ന കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനാഥരായി വിടത്തില്ല. ആര് ഈ ലോകത്ത് അനാഥരെന്ന് പറഞ്ഞാലും, ആര് ലോകത്ത് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പലർക്കും അപ്പനോ അമ്മയോ ഒക്കെ ഇല്ലാത്തവരായിരിക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നാൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ കൂടെ യേശു ഉണ്ട്, നിങ്ങളുടെ അടുക്കൽ യേശു ഉണ്ട്. ആ യേശു നിങ്ങളുടെ അടുക്കലുണ്ടെന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ ദിവസങ്ങളെ മുന്നോട്ട് പോകുമെങ്കിൽ
ഇങ്ങനെ വൻ കാര്യം കർത്താവ് ചെയ്ത് നോക്ക്. യേശു ക്രിസ്തുവിന്റെ യേശു ക്രൂശീകരണം സംഭവിച്ചെന്നാൽ അല്ലല്ല യേശു ക്രിസ്തു ഉയർപ്പ് കൂടി കാണുവാനിടയായി. അങ്ങനെയെങ്കിൽ ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ച ഉണ്ട്. നിശ്ചയമായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. യേശു നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.